37-ാം ദിവസവും ശക്തമായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പുലർച്ചെയുണ്ടായ വ്യോമാക്രമണത്തിൽ ഒരു പാർപ്പിട സമുച്ചയം തകരുകയും കുറഞ്ഞത് 13 പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേലോ യുഎസോ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെന്ന് ഇറാനോട് ട്രംപ് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ആക്രമണം നടന്നത്. പുലർച്ചെ ടെഹ്റാനിലെ ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിക്ക് നേരെയും വ്യോമാക്രമണങ്ങൾ ഉണ്ടായി. ഹോർമുസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമേൽ യുഎസ് സൈന്യം എപ്പോൾ ആക്രമണം നടത്തുമെന്ന് വെളിപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ആക്രമണ സമയം ചൊവ്വാഴ്ച രാത്രി 8 മണിയായിരിക്കുമെന്നാണ് ട്രംപ് തന്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇത് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെയായിരിക്കും. ഇറാനുള്ള പുതിയ ഡെഡ്ലൈനായാണ് വിദഗ്ധർ ഇതിനെ കാണുന്നത്. ഒരു സൈനിക നീക്കത്തിന്റെ കൃത്യമായ ദിവസവും സമയം മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നത് യുദ്ധചരിത്രത്തിൽ തന്നെ അപൂർവമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനിൽ വെച്ച് തകർക്കപ്പെട്ട യുഎസ് വ്യോമസേനയുടെ F-50E വിമാനത്തിലെ ഉദ്യോഗസ്ഥനെ സാഹസികമായി രക്ഷപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണി. ഇറാന്റെ പവർ സ്റ്റേഷനുകളും പാലങ്ങളും തകർക്കുമെന്നും ഇത് വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് കടുത്ത ശിക്ഷാ നടപടിയായിരിക്കുമെന്നും ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 6ാം ആഴ്ചയിലേക്ക് കടന്ന യുദ്ധം അതിവേഗം വ്യാപിക്കുകയാണ്. ഇസ്രായേൽ നഗരങ്ങളിലും ഗൾഫ് മേഖലയിലെ വിമാനത്താവളങ്ങളിലും ഊർജ്ജ നിലയങ്ങളിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നു. ട്രംപിന്റെ നീക്കം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫ് പറഞ്ഞു. യുഎസ് മേഖലയെ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഉപരോധങ്ങൾ ഉപേക്ഷിച്ച് ചർച്ചകളിലേക്ക് മടങ്ങാൻ റഷ്യ യുഎസിനോട് ആവശ്യപ്പെട്ടു. ദക്ഷിണ തീരത്തെ ബുഷഹർ ആണവ നിലയത്തിനു നേരെയുള്ള ആക്രമണം തുടർന്നാൽ റേഡിയോ ആക്റ്റീവ് വികിരണം ഉണ്ടാകുമെന്നും അത് ഗൾഫ് രാജ്യങ്ങളിലെ ജനജീവിതത്തെ ബാധിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.